മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ചിത്ര CR എന്ന് പറഞ്ഞ അമ്മ ഒരു റീസെൻറ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഗോപിനാഥ് മുതുകാട് എന്ന ആ ഒരു വ്യക്തിക്കെതിരെ ഈ അമ്മമാരും ഷിഹാബൊക്കെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഗോപിനാഥ് മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഈ അമ്മമാർക്കും ഷിഹാബിനും കേസ് കൊടുത്തൂടെ, എന്തിനാ അങ്ങനെ സോഷ്യൽ മീഡിയ പറയുന്നത്, ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ചിത്ര CR എന്ന് പറഞ്ഞാൽ അവരുടെ പോസ്റ്റിലുണ്ട്. ആൻഡ് മജീഷ്യന്മാരിപ്പോൾ കുറേ പേര് രംഗത്ത് വന്നു. സാമ്രാജ് സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇപ്പം മനു മാക്കൊമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മജീഷ്യൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിന് അതിൻ്റെ ഒരു അപ്രീസിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനു മാക്കൊമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മജീഷ്യൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടി വയ്ക്കാം. ആൻഡ് സാമ്രാജ് സാറ് അന്ന് ഞാൻ പറഞ്ഞു ഏകദേശം 1 മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ് സാമ്രാജ് സാറിൻ്റെത്. VP Talks എന്ന ചാനലിലാണ് വന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൂടി ഈ വീഡിയോയിൽ വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിത്ര CR എന്ന് പറഞ്ഞാൽ അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവാം. അതിൽ നമ്മുടെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അബ്രോഡാണ്. സോ അങ്ങേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അരി മേടിക്കുന്ന കേസൊക്കെ പറയുന്നുണ്ട്. നോ വറീസ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ അതൊക്കെ ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അങ്ങേരും കാറിൻ്റെ അകത്താണ്. ഇറ്റ്സ് ഗുഡ് ടു സീ. എല്ലാവരും കാറ് കയറട്ടെ. സ്റ്റുഡിയോ സാധനങ്ങൾ, റിംഗ് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ മാറ്റി ആ കൺവെൻഷണൽ രീതി എന്ന് പറയും. എല്ലാവരും കാറിലാണെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആണല്ലോ, സുഖമായിട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്താണെങ്കിലും ചിത്ര CR ചെയ്ത ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 300 കുട്ടികളുടെ അച്ഛനായ ഭിന്നശേഷി ദൈവത്തിനെതിരെ എനിക്കും എൻ്റെ മകനും ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാകുകയും അതിൻ്റെ തുടർച്ച മറ്റു അമ്മമാരും മുൻ ജീവനക്കാരുമായ CP ഷിഹാബും അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ടായി. ഞാൻ വ്യക്തിപരമായി സംസ്ഥാന കേന്ദ്ര അധികാര സ്ഥാനങ്ങളിൽ പരാതിപ്പെടുകയും നിലവിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ എൻ്റെ പരാതി സ്വീകരിക്കുകയും അതിന്മേൽ ഓൺലൈൻ മീറ്റിംഗ് വഴി 2 തവണ ഹിയറിംഗ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ചിത്ര CR എന്ന് പറഞ്ഞ ഈ ഒരു അമ്മ ഓൾറെഡി ഇത് അറിയേണ്ട സ്ഥലങ്ങളിൽ അറിയിച്ചതുകൊണ്ട് ഓൺലൈനിൽ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ട്, ഒരു ഹിയറിംഗ് നടന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നൽകിയിട്ടും ഭിന്നശേഷി കമ്മീഷൻ ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഭിന്നശേഷി കമ്മീഷൻ വിളിച്ച് നടത്തിയ ഹിയറിങ്ങിലടക്കം വൺ സൈഡഡ് ആണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ചിത്ര CR എന്ന അമ്മ പറയുന്നത്. അവരുടെ സംശയമാണത്. 3ാമത്തെ ഹിയറിംഗ് 16-ാം തീയതി എൻ്റെ വക്കീലിനെയും ഉൾപ്പെടുത്തി വെച്ചിരുന്നത് കാരണം അറിയിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. നീതി കിട്ടാൻ സാധാരണക്കാർ എപ്പോഴും കരുതലോടെ പോകണം എന്നാണ് ഞാൻ പഠിച്ച പാഠം. ആ കരുതൽ ഈ മീറ്റിങ്ങുകളിൽ കൃത്യമായി ഞാൻ എടുത്തിട്ടുണ്ട്. മേ ബി ആ മീറ്റിങ്ങും സെഷൻസൊക്കെ ചിലപ്പോൾ അവർ എടുത്തു വെച്ച് കാണും. എന്നാൽ ആരോപണ വിധേയനായ ഗോപിനാഥ് മുതുകാട് ആരോപണങ്ങൾ ഉത്തരം നൽകാതെ ഒളിച്ചു കളിക്കുകയും അവിടുത്തെ പാവം അമ്മമാരെ കൊണ്ട് സ്റ്റാഫുകളെ കൊണ്ടും വെളുപ്പിക്കൽ വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് മാജിക് പ്ലാനറ്റിൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് അറിയപ്പെടുന്ന ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന വ്യക്തി ഒരു വെളുപ്പിക്കൽ വീഡിയോയുമായി പ്രത്യക്ഷപ്പെടുകയും അമ്മമാരായ ഞങ്ങളെയും ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു കണ്ടു രംഗത്ത് വരികയും ചെയ്ത. എന്നാൽ ഫാസിൽ ബഷീർ നാളിതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മുൻപേ ഇറങ്ങിയ വീഡിയോ വഴി ഒരു തെളിവെടുക്കൽ നാടകമാണ് നടത്തിയതെന്ന് അറിയാൻ കഴിഞ്ഞു. അത് പൊളിഞ്ഞപ്പോൾ CP ഷിഹാബിനെയും അമ്മമാരെയും ചേർത്ത് ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് പറയുകയുണ്ടായി. ആ വീഡിയോ വന്ന് 2 ആഴ്ചകൾക്ക് മേളിലായെങ്കിലും അതിനൊരു പുരോഗതി കാണുന്നില്ല. കൂടാതെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ മാജിക് പ്ലാനറ്റിലെ ഒരു ഡൊണേഷൻ ഏജന്റ് ആണെന്ന് കൂടി വെളിപ്പെടുത്തുകയുണ്ടായി. ഈ സംഭാവന സ്വീകരിക്കൽ കമ്മീഷൻ വ്യവസ്ഥയിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗോപിനാഥ് മുതുകാട് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഗോപിനാഥ് മുതുകാടിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഞാൻ തയ്യാറാണ്.
എന്നാൽ ഞാൻ വിദേശത്തായതിനാൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് അവിടെ വെച്ച് തരണമെന്ന് മാധ്യമങ്ങളോട് ഷീഹാബിനെ സഹായിക്കാൻ തയ്യാറായ യൂട്യൂബ് ചാനൽ ആയ സീക്രട്ട് ഏജൻറ്റോ സഹായിക്കാൻ തയ്യാറുള്ള ഒരു വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ ചാനൽമാരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഷീഹാബ് ഏറ്റെടുത്ത വെല്ലുവിളിയിൽ ചേരുന്നു. മുതുകാട് തയ്യാറാണെങ്കിൽ ഒരു പൊതു ഇടത്തിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ തങ്ങളുമായല്ല, ഗോപിനാഥ് മുതുകാടുമായാണ് ഞങ്ങളുടെ സംവാദം. ഇനി അതിനെ വളച്ചൊടിക്കാതെ പറഞ്ഞ വാക്കിൽ ഇതെങ്കിലും പാലിക്കൂ. നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയെങ്കിൽ മുതുകാടുമായി തയ്യാറായി അറിയിക്കൂ. ഞാൻ തയ്യാറാണ്. ഈ പോസ്റ്റ് കാണുന്ന മറ്റമ്മമാരും തയ്യാറാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ചിത്ര സിയാർ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂട്രൽ വേദിയിൽ വെച്ചിട്ടുള്ള ഒരു സംവാദത്തിനാണ് ഈവൻ ചിത്ര സിയാർ ആണെങ്കിലും ഞാൻ ഷിഹാബിനോട് സംസാരിച്ച സമയത്ത് ഷിഹാബും പറയുന്നത്, അതായത് ഒരു ന്യൂട്രൽ വേദിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ഒരുപാട് ചാനലുകൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചിത്ര സിയാർ എന്താണെങ്കിലും ഓൺലൈനായിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ ചോദ്യങ്ങൾ ഓൺലൈനായിട്ട് ചോദിക്കും. ഷിഹാബും ബാക്കി അമ്മമാരും ഇതേപോലെ ന്യൂട്രൽ വേദിയിലേക്ക് വരികയാണെങ്കിൽ ഷിഹാബിനെ ഞാൻ എന്താണെങ്കിലും കൊണ്ടുവരും, ബാക്കി അമ്മമാരും വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആൻഡ് പ്ലസ് ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവരും അങ്ങനെ ഒരു വേദിയിൽ വരാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ ഇപ്പോൾ എബ്രോഡാണെന്നാണ് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ വന്നതിന് ശേഷം ഫാസിൽ ബഷീർ എന്ത് ചെയ്താൽ മതി, മുതുകാടുമായിട്ട് സംസാരിച്ചിട്ട് മുതുകാട് തന്നെ ഒരു വേദി. ഇപ്പോൾ മാജിക് പ്ലാനറ്റുമായിട്ട് ഇവരാരും കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ മാജിക് പ്ലാനറ്റ് വെച്ചിട്ട് കാര്യമില്ല. മാജിക് പ്ലാനറ്റിലേക്ക് പിന്നെ പോകാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേദി കണ്ടുപിടിച്ചിട്ട് ഇവരൊക്കെ അവിടെ വന്ന് പത്രമാധ്യമങ്ങളെയൊക്കെ വിളിച്ച് യൂട്യൂബ് എല്ലാവരും വന്ന് ഇരുന്ന് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാം, അവിടെ കാണികളായിട്ടിരിക്കാം. എന്നിട്ട് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ചോദ്യോത്തരവേളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കയറി നമ്മളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചിത്ര സിയാർ ഇട്ട പോസ്റ്റ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് നിങ്ങൾ എന്തുകൊണ്ട് കേസാക്കുന്നില്ല, അപ്പോൾ ഇത് ഓൾറെഡി കേസായി എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം സംസ്ഥാന കേന്ദ്ര അധികാര സ്ഥാനങ്ങളിൽ ഇതെല്ലാം അറിയിച്ച ചിത്ര സിയാറിൻ്റെ ആ ഒരു പരാതിയിലാണ് 2 പ്രാവശ്യം ഹിയറിംഗ് നടന്നത്. ഇനി ഒരു ഹിയറിംഗ് ഉണ്ട്, അത് മാറ്റി വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 1, 2, 3 ഹിയറിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹിയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ചിത്ര സിയാർ അവർക്ക് പുറത്ത് വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ വിടും. ഇനി അടുത്തത് മാജിക്കുകാരായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഈ സ്ഥാപനം, അതായത് മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാൻ തന്നെ ഉണ്ടായത് പ്രൈം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് കലാകാരന്മാർ, മജീഷ്യൻസായ തെരുവ് കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി വെച്ചത്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴുള്ള മജീഷ്യന്മാർക്ക് എന്ത് പറയണം, എന്താണ് അവരുടെ ഒരു പോയിന്റ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അവർക്ക് ഈ പറഞ്ഞ മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 10-30 വർഷമായിട്ട് മാജിക് ഫീൽഡിലുള്ള ഒരാളാണ് മനു മാങ്കൊമ്പ്. അപ്പോൾ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങളിലേക്ക് ആദ്യം പോവാം. ഈ കഴിഞ്ഞ ദിവസം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ, ഫൈസൽ ബഷീർ ഇദ്ദേഹത്തിനെ ഞാൻ ഫോണിലും നേരിട്ടും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, മാജിക്കിൻ്റെ രഹസ്യങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ കൊടുക്കരുത്. ഈ കഴിഞ്ഞ ദിവസം സാംരാജ് സാർ നടത്തിയ മന്ത്ര എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര കൺവെൻഷനിൽ ഞാൻ ഷോ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന ഒരു ചിപ്സ് ഏത്തക്ക അരിഞ്ഞിട്ട് അത് വെളിച്ചെണ്ണയിൽ വറുത്ത് കൊടുക്കുന്നത്, എനിക്ക് അഭിമാനം ഞാൻ വിൽക്കുന്നൊന്നുമില്ല. എൻ്റെ കലയില്ലാത്ത സമയത്ത് എനിക്കതൊരു അഭിമാന കുറവല്ല. ആ സമയത്ത് നമ്മുടെ ഫൈസൽ അവിടെ വന്ന, അപ്പം ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസലേക്ക് വന്ന്, ഇതെൻ്റെ മകള്, ഇത് വൈഫ്, ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കടയിട്ടിരിക്കുക. ഇവിടെ മജീഷന്മാർ ആയിരക്കണക്കിന് വിദേശത്തു നിന്നൊക്കെ വരുന്നവരുടെ മുന്നിൽ ഒരു ജാലവിദ്യ ചെയ്യുന്ന ഒരാൾ എണ്ണച്ചവിട്ടിൽ ഇതിട്ട് വറുത്തത് കൊണ്ട് എനിക്ക് നാണക്കേടൊന്നുമില്ല. നിങ്ങൾ ദയവായിട്ട് ഈ യൂട്യൂബ് ചാനൽ, അപ്പോൾ മനുഭായ് അത് യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നത് അന്ധവിശ്വാസത്തിനെതിരെ, PC സർക്കാരിൻ്റെ കണ്ണുകെട്ടി ബൈക്ക് ഓടിക്കുന്നതിൻ്റെ തുണി അല്ലെങ്കിൽ അതിൻ്റെ ട്രിക്ക്, അത് അന്ധവിശ്വാസത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളുടെ മുന്നിലും മാജിക്കിൻ്റെ കലാരൂപത്തിൻ്റെ രഹസ്യം അദ്ദേഹം വിതരണം ചെയ്ത്. ഇത് പല പ്രാവശ്യം അപ്പം ഞാൻ ഗോപിനാഥ് മുതുകാട് സാറിനോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ ശിഷ്യനല്ലേ, ഈ യൂട്യൂബിലോട്ട് ഇതുപോലുള്ള സാധനങ്ങൾ കൊടുക്കുള്ളൂ. സാറ് ദൂരദർശൻ പരിപാടിയിൽ ബലൂണിൽ സൂചി കുത്തിക്കയറ്റുന്ന പരിപാടി, അതിൻ്റെ രഹസ്യം ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുകയാണ്. ഇതൊരു പുണ്യമായ കലയാണ്. സാറൊക്കെ വന്ന വഴി എന്ന് പറയുന്നത്, സാറിന് ഒരു ഗുരുവുണ്ട്, ആ സാറിന് ഒരു ഗുരുവുണ്ട്, പിന്നെ മുതുകാട് സാർ, ഇവരെല്ലാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് വളർന്നതിന് ശേഷം സ്വന്തം കല
അത് അതിനെ ചവിട്ടിത്താഴ്ത്തുകയാണ്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് മാന്ത്രികർക്ക് ഇന്ന് വെളിയിലിറങ്ങാൻ പറ്റാതെ ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ സാധാരണ ഒരു തമാശയായിരിക്കും പറഞ്ഞത്. മാജിക്കാർ മൊത്തം തട്ടിപ്പാണല്ലോ, ബോർഡിലോട്ട് നോക്കിയിട്ടാണ്. ഞങ്ങളെന്താണ് തട്ടിപ്പ് ചെയ്യുന്നത്? മറ്റ് കലകളെ പോലെ തന്നെ ഇതും ഒരു കലാരൂപമാണ്. മനു മാങ്കൊമ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മജീഷ്യൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ വീഡിയോ VP ടോക്സിലുണ്ട്, നിങ്ങൾ കയറി കണ്ടാൽ മതി. ഇപ്പോൾ പറയുന്നത് തന്നെ പോലീസുകാർ ഇവരെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ചെക്ക് ചെയ്ത സമയത്ത് മജീഷ്യൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ മാജിക്കാരൊക്കെ തട്ടിപ്പുകാരാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച ഒരു വിഷമത്തിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഇൻ്റർവ്യൂ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് എന്നുള്ളൊരു വാക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടേംസിൽ മജീഷ്യൻ എന്ന് പറഞ്ഞൊരു ടാഗിൽ നിന്നുകൊണ്ട് ഇവർ പറയുന്നത് ഇതിപ്പോൾ ആളുകൾക്ക് തട്ടിപ്പായി തോന്നാൻ കാരണം ഇതിൻ്റെ ട്രിക്സ് റിവീലായിട്ടാണ്. ആളുകളെ പറ്റിക്കുകയാണ്, ഈ ട്രിക്കുകളിലൂടെയാണ് ആളുകളുടെ കൺകെട്ടി അവരെ പറ്റിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഒരു പ്രൈം റീസൺ മുതുകാടും പിന്നെ ഫാസിൽ ബഷീറുമാണ്, ട്രിക്സ് ചാനലുമാണ്. സോ ഓൾറെഡി മുതുകാട് തുടങ്ങി വെച്ചൊരു കാര്യമാണ് എന്ത് മാജിക്കിൻ്റെ ട്രിക്കുകൾ വെളിയിലിടുന്നത്. അത് ഏറ്റെടുത്തത് ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ യൂട്യൂബ് ചാനൽ. അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ. പണ്ട് അദ്ദേഹം എന്താ പറയുക TV ഷോകളിൽ ചെയ്ത പരിപാടി, ഇപ്പോൾ ഈ ബലൂണിൻ്റെ ഇടയിൽ കമ്പി കുത്തി കയറ്റുന്നതിൻ്റെയൊക്കെ ദൂരദർശനിൽ റിവീൽ ചെയ്ത പോലെ ഇപ്പോൾ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ പല പല കാര്യങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ വിളിച്ചു പറയുന്നു. അപ്പോൾ അങ്ങനെ വിഷമം അനുഭവിക്കുന്ന, അതായത് എല്ലാ ട്രിക്കുകളും അതിൻ്റെ എന്താ പറയുക ട്രിക്കുകൾ മൊത്തം ട്രിക്കാണ് എന്ന് പറഞ്ഞ് റിവീൽ ചെയ്യുന്നത് കൊണ്ട് പൊതുസമൂഹത്തിന് ഇപ്പോൾ ഞാനോ നിങ്ങളോ അടക്കമുള്ളവർക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ഞാൻ ഫ്രാങ്കായിട്ട് പറയണേ, എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതാണല്ലേ ട്രിക്ക്. പൊതുജനം എന്നുള്ള നിലയ്ക്ക് അതോ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതൊക്കെ ഇവരെങ്ങനെ ചെയ്യുന്നത്. പക്ഷെ വൺസ് ഇറ്റ്സ് റിവീൽഡ് നമുക്ക് പിന്നെ ഈ മാജിക് ചെയ്യുന്ന വ്യക്തികളോട് പ്രത്യേകിച്ചൊരു താല്പര്യം, അതൊക്കെ ട്രിക്കല്ലേ, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ട്രിക്സ് ബൈ ഫാസിൽ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുതുകാട് കാണിച്ചു തന്നിട്ടുണ്ട്, ഈ ഒരു മെൻറ്റാലിറ്റി ആവും നമുക്ക് വരിക. അവരോടുള്ളൊരു അപ്രോച്ച് നമ്മളത് മാറിക്കഴിയുമ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പഴയ ട്രിക്ക് ചെയ്യുന്നവർക്കൊക്കെ പരിപാടി നിർത്തി പോകേണ്ട ഒരു അവസ്ഥയാവും. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ പോകുന്നവർക്ക് പിന്നെ ഷോസ് കിട്ടാതെയാവും. അപ്പോൾ പിന്നെ അവർ വേറെ പണിക്ക് പോകണം. അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് മജീഷ്യൻസ് അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ റീസെൻ്റ്ലി ട്രിക്സ് ബൈ ഫാസിൽ ബഷീറും തുടക്കമിട്ടത് മുതുകാടുമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ദേഷ്യമൊക്കെ ഇവർക്കുണ്ട് പല മജീഷ്യൻസിനും. വിസ്മയ എന്ന് പറഞ്ഞൊരു കൺവെൻഷനാണ്. ലോക മാജിക്കിൽ നിന്ന് നിരവധി ആൾക്കാർ പോലും ഈ കൺവെൻഷനുകൾ യഥാർത്ഥത്തിൽ ബിസിനസ്സാണ് സാറേ. അത് തുറന്നു പറയുമ്പോൾ മറ്റു മാന്ത്രികവും അതിനോടൊരു പിണക്കമാണ്. വിദേശത്തുള്ള കുറേ മാന്ത്രികരെ കൊണ്ടുവന്നു, അവർക്ക് ഒരു 5000 രൂപ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ്. ആ കാലഘട്ടത്തിൽ ഇതിന് 2000 ആണെന്ന് തോന്നുന്നു. 2000 രൂപയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ വരിക ഇന്നത്തെ സ്വർണ്ണവിലയല്ല അന്നത്തത്. ഞാൻ ആ 2000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഷോ ചെയ്യണം. അങ്ങനെ 2000 രൂപ ഞാനും അടച്ചിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഇദ്ദേഹം ഈ സാമ്പത്തിക ഇടപാടിൽ ഇച്ചിരി ഇതുണ്ടെന്ന് എനിക്ക് ബോധ്യമായത്. മനഃശാസ്ത്രമായിരിക്കാം എന്ന സദസ്സുമായിട്ട് നമ്മൾ കണ്ണിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കുറേ അത് മെൻ്റലിസം ഒന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ചിരി കണ്ണ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതെന്തിനാണ് എന്നുള്ളത് അന്ന് ബോധ്യമായി. അന്ന് ബോധ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാങ്ക് കർട്ടനുണ്ട്. ആ കർട്ടൻ്റെ അവിടെ നിന്ന് ഈ മുതുകാട് സാറിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപ. ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപ. അത് മജീഷ്യന്മാർക്കോ പബ്ലിക്കിനോ അല്ല, ഈ മജീഷ്യന്മാരെ അങ്ങോട്ട് കയറ്റത്തുള്ളൂ. അതായത് വന്നവർ 1000 മജീഷ്യന്മാർ 2 ദിവസത്തെ കൺവെൻഷനാണ്, മനസ്സിലായില്ലേ? അത് ഫീസ് അടച്ചിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ ഈ പബ്ലിസിറ്റി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരാധന പാത്രങ്ങളാണ്. അവരുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എന്നിട്ട് 10 പേരെ കാണിക്കാം. അന്ന് ഈ മൊബൈലൊന്നും ഇല്ല, ചിലർ ഫോട്ടോ ആയിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ പ്രിൻ്റാക്കി അവർ തരുകയും ചെയ്യും. അപ്പോൾ ഈ 50 രൂപ എന്ന് വെച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു 1000 പേരുടെ 50 രൂപ വെച്ചപ്പോൾ എത്ര രൂപയായി? കൺവെൻഷനൊരു ഫീസ്, ഇതിനൊരു ഫീസ്. ഞാൻ എടുക്കാൻ പോയില്ല. പക്ഷെ എന്നെ അത് അന്ന് ഒരുപാട് ചിന്തിപ്പിച്ചു. ഒരു വ്യക്തിയുടെ ഒരു അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് ശരിക്കും ഈ സാമ്പത്തിക ഇടപാടിനെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവരുടെയൊക്കെ വിഷമാണ് കേട്ടോ അവർ പറയണേ. അതായത് 10,000-2000 രൂപ കൊടുത്തിട്ട് ഒരു കൺവെൻഷൻ പ്രോഗ്രാമിന് പോയിട്ട് 50 രൂപ കൊടുത്ത് മുതുകാടിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കേണ്ട ഒരു ഗതികേടാണല്ലോ ഞങ്ങൾക്ക്. 2000 രൂപ കൊടുക്കും വേണം, പ്ലസ് മുതുകാടിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ 50 രൂപ. അപ്പം ചിലർ പറയും മൊബൈൽ ഫോണിലല്ലല്ലോ മറ്റേ ഫോട്ടോ എല്ലാം എടുക്കുന്നേ, സ്പോട്ടിൽ ആ ഫോട്ടോ കിട്ടുന്നില്ലേ, അപ്പം അതിന് പൈസ കൊടുക്കണ്ടേ എന്നൊക്കെ പലരും ചോദിക്കും. 2000 രൂപ കൊടുത്തിട്ടാണ് പോയത്.
ആ 2000 രൂപ കൊടുത്തു പോയവരെ പിന്നെയും പിടിച്ച് നിർത്തിയിട്ട് മുതുകാടാണ്, ദൈവമല്ലേ, ദൈവത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ 50 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നവരുണ്ട്. ഇദ്ദേഹം എടുത്തില്ല എന്ന് പറയുന്നു. ബട്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഒട്ടും ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ പൈസയോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയൊന്നും അല്ല. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പൈസയോട് അത്യാവശ്യം താല്പര്യവും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് മുതുകാട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു ഷ്രൂഡ് ബിസിനസ്മാൻ. അദ്ദേഹം ഇന്ന് മാജിക്ക് നിർത്തി എന്ന് പറഞ്ഞു. ഭയങ്കര വേദനിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. ഈ മാജിക് എന്ന കലാരൂപം വെച്ചിട്ട് വെറും 35,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും തുടങ്ങിയ ഒരു മനുഷ്യനെ ലാസ്റ്റ് കാലഘട്ടത്തിലൂടെ 10 ലക്ഷം രൂപ അടുത്ത് ഷോ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത് ഞാൻ ഈ മാജിക്കിനെ നിർത്തിയെന്ന്. ജീവവായുവിനെ പോലെ സംരക്ഷിച്ച മാജിക്കിനെ നിർത്തുന്നു. അതിനുശേഷവും ഞാൻ കാണിച്ചു തരാം, ഒരു മന്ത്രിയുടെ അടുത്ത് നിന്ന് അവരുടെ വീട്ടിൽ ചെന്നിട്ട് മാജിക്ക് ചെയ്യുന്നു. ഇപ്പം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കലയെ സമീപിക്കുന്നു അല്ലേ സാറേ? വേറെ തൊഴിലിനെ പറ്റിയില്ല, നമുക്ക് ഉപജീവനത്തിന് നമ്മുടെ കൈക്ക് ആവുന്നുണ്ട്. ഞാൻ എണ്ണയിലിട്ട് വറക്കുന്നുണ്ട്, അതെങ്കിലും ചെയ്തുകൂടെ? ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, ഇത് ഞാൻ വിയർത്തിട്ട് മേടിച്ചതാണ്, 360 രൂപയ്ക്ക് മേടിച്ചതാണ്. എനിക്കിത് കൂട്ടുകാരൻ തന്നതല്ല, മനസ്സിലായോ? അങ്ങനെ കൂട്ടുകാരൻ്റെ ഔദാര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഇപ്പം മരിച്ചു പോയ 4 പേര് നമ്മളെ ചുമക്കാൻ വേണം. അല്ല മനുമംഗമ ഞാൻ തന്നെ കുഴി പോയി കിടക്കാമെന്ന് ആരും പറയത്തില്ല അല്ലേ? 4 പേര് വേണം. അപ്പം പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇദ്ദേഹം ഇരുന്ന് പറയുകയാണ് എനിക്കെന്തിനാ പൈസയുടെ ആവശ്യം, ഈ ഡ്രസ്സ് പോലും എനിക്കൊരു സുഹൃത്ത് മേടിച്ചതാണ്. പുള്ളി ആകുമ്പോൾ തെണ്ടാൻ പോയിട്ടല്ലേ, ഈ കോടികളുണ്ടല്ലോ. സാമ്രാജ് സാറ് പറഞ്ഞ അതേ സംഗതി തന്നെയാണ് മനുമാങ്കൊമ്പും പറഞ്ഞു വെക്കുന്നത്. അതായത് മാജിക് എന്നുള്ള കലയിലൂടെ വന്ന് ആ കലയിലൂടെ പ്രശസ്തമായ ഒരു സ്ഥാനത്തേക്ക് എത്തി, പ്രശസ്തിയിലെത്തി. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രളയം എന്നുള്ള മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞ് എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ജീവിക്കേണ്ട എവിടെ? ബാക്കി മജീഷ്യൻസിന് ജീവിക്കണ്ടേ? പിന്നെ ഈ പറയുന്ന വ്യക്തി മാജിക് നിർത്തിയെന്ന് പറച്ചിന് മാത്രമേ ഉള്ളൂ. പക്ഷെ പല പ്രൈവറ്റ് പ്ലേസിലും ബാക്കിയുള്ളവരുടെ താല്പര്യം അനുസരിച്ച് ബാക്കിയുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാജിക് ചെയ്യുന്നുണ്ട്. നിർത്തിയാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. അതല്ല, മാജിക് അപ്പം ചെയ്യുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ മജീഷ്യൻസ് ഉണ്ട്, 1000-ൽ കൂടുതൽ 10,000 മജീഷ്യൻസ് ഉണ്ടെന്ന് പറയുന്നു. ഒരുപാട് പേര് ഈ 10 കൊല്ലം 20 കൊല്ലമൊക്കെ ആയിട്ട് മാജിക് ഫീൽഡിലുണ്ട്. അവർക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഈ മാജിക് അക്കാഡമി തുടങ്ങുന്നത് മജീഷ്യൻസിനെ മാജിക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് നല്ല ഉദ്ദേശം തന്നെയാണ്. ഇപ്പൊ അദ്ദേഹം അതെല്ലാം മറന്നു കാണും. എനിക്ക് വളരെ വിഷമത്തോട് ഒരു വ്യക്തി, ഇന്ന് തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആ ഫസ്റ്റ് ഡേയില് ജഗദീഷ് ശ്രീകുമാരായിരുന്നു മാജിക് അക്കാഡമി ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് വന്നു തലേദിവസം ഇത്ര രൂപ, എനിക്കറിയില്ല എത്ര രൂപ എന്നുള്ളത്, അത്ര രൂപ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. തലേദിവസം ആ വ്യക്തി എത്ര 28 വർഷം മുമ്പുള്ള കണ്ടാന്ന് തോന്നുന്നു പൈസ അടച്ചു. അതില് 150 രൂപ കുറവുണ്ടായിരുന്നു. എത്ര? 150 രൂപ കുറവ്. പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞു. അത് ഉദ്ഘാടന ദിവസം രാവിലെ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, രാവിലെ 9 മണിക്കോ ഉണ്ടായിരുന്നു അതിൽ ഉദ്ഘാടനം. ജഗദീഷ് ശ്രീകുമാർ വന്നു. അദ്ദേഹത്തെ കാണാനും എല്ലാം ഞാൻ ഫസ്റ്റ് വാച്ച് ഞാൻ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അവിടെ ചെന്നിരുന്നു. ഇപ്പം ജഗദീഷ് ശ്രീകുമാർ വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ് അതിനെ വാച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുക. ജഗദീഷ് ശ്രീകുമാർ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഒരു ഓർഡർ, ഇന്ന ആള് പേര് പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, ആരാണ്? ഞാനാ. ഇനി വരൂ. നേരെ വെളി കൊണ്ടുപോയിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്നലത്തെ ബാക്കി തരാനുണ്ട്. എത്രയാണ്? 150 രൂപ. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല, അതുകൊണ്ട് അത് തന്നിട്ടും ഇപ്പം 9 മണിക്ക് ചെയ്ത് 10 മണി കഴിഞ്ഞാൽ ബാഗ് തുറക്കില്ല, ഞാൻ എടുത്തോണ്ട് തരാം. ഇല്ല, പറ്റത്തില്ല, നിയമം അനുശാസിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് നിർത്തിയില്ല. ഇദ്ദേഹം ആ വെളിയിലൊരു മാവുണ്ട്, ഒരു മരമുണ്ട്, ബദാമോ ഏതാണ്ട് പോലെ, അതിൻ്റെ അവിടെ പോയി കെട്ടിപ്പിടിച്ച് കിടന്ന് ജഗദീഷ് ശ്രീകുമാർ അതിനകത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കരഞ്ഞ മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹം മജീഷ്യനായിട്ട് ഇന്നും ഇവിടെ ഉണ്ട്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. അദ്ദേഹം ചിലപ്പം അദ്ദേഹം കൂടുതൽ ഇതിനെപ്പറ്റി എല്ലാം ചോദിച്ചു പറയാൻ അദ്ദേഹം വരും. നിങ്ങൾ വിശ്വസിക്കുമോ? 150 രൂപയ്ക്ക് ഒരാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണോ വലുത് അതോ മൂല്യം? അതായത് ഒരു അർഹതപ്പെട്ട ഒരാള്, ഞാൻ ചോദിച്ചിട്ട് ഞാൻ റെഡിയാണ് മജീഷ്യൻസിന് മാജിക്കിനെ പഠിപ്പിക്കാൻ, മാജിക് പഠിപ്പിക്കാൻ റെഡിയാണ്. അതിന് പൈസ ഒരു ക്രൈറ്റീരിയ അല്ല. പൈസ ഇല്ലാത്തവരെ ഞാൻ പഠിപ്പിക്കാം. ഞാൻ ഇതുവരെ ആരെയും പൈസ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ പൈസ ഇല്ലാത്ത ഒരു കാരണത്താൽ ഒരാളെ പഠിപ്പിക്കില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ ഇവിടെ നടക്കും. ദിസ് ഇസ് പക്ക ബിസിനസ്. ഇതാണ് പക്ക ബിസിനസ് ആണ്, ഷ്രൂഡ് ബിസിനസ്മാൻ ആണ്. പൈസ 1 രൂപയാണെങ്കിൽ പോലും അത് ചോദിച്ച് വാങ്ങാൻ അറിയാം. അത് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവില്ല എന്നുള്ള അഡമൻ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്
അല്ലാതെ മറ്റേ വീഡിയോയിൽ പുസ്തകമൊക്കെ മുന്നിൽ വെച്ചിരുന്ന് മറ്റേ ഡയറക്ടർ ബ്രില്യൻസ് കാണിക്കുന്ന രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയണം. എനിക്ക് പൈസയുടെ മൂല്യം അറിയാം. ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഒരു രൂപ പോലും അത് നല്ല കാര്യമാണ്, ഞാൻ ഇല്ലയെന്ന് പറയില്ല, സീരിയസ് ആയിട്ട്. ഇപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെ. എനിക്ക് അർഹതപ്പെട്ട പൈസയാണെന്നുണ്ടെങ്കിൽ ഞാനത് മേടിക്കും. ഓക്കെ, ഇല്ല എനിക്ക് തോന്നുകയാണ് ആ വ്യക്തി ജെന്യുവിനായിട്ട് പറയും. ഇപ്പോൾ ഈ 150 രൂപ കുറവുണ്ടായ വ്യക്തിയെ വിളിച്ചു കൊണ്ടുപോയി പുറത്ത് നിർത്തിയിട്ട് അദ്ദേഹം കരയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വന്തം ഫീൽഡിൽ മജീഷ്യനായ ഒരു വ്യക്തിയോട് കഷ്ടം തന്നെയല്ലേ. അപ്പം പിന്നെ അങ്ങേര് വന്നിരുന്നിട്ട് എൻ്റെ ലൈഫിൽ പൈസയ്ക്ക് വലിയ പ്രാധാന്യമില്ല, ഞാൻ വല്ലവൻ്റെയും പൈസയിൽ ഷർട്ട് മേടിച്ചത് ഇട്ടിട്ട് വല്ലവൻ തരുന്ന പൈസയിലുമാണ് ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ പൈസ എനിക്കുള്ളൊരു മാറ്റർ അല്ല, പൈസ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ടോണാണ് മുതുകാടിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ ഹിസ്റ്ററി പാസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 150 രൂപയ്ക്കും 50 രൂപയ്ക്കും അടക്കം കണക്ക് പറയുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് വാങ്ങിച്ചിരുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ മജീഷ്യൻസിന് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പലരും മിണ്ടാതിരിക്കാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ സ്വാധീനമാണ്. പല മജീഷ്യന്മാർക്കും അവരുടെ പ്രോപ്പർട്ടീസ് ഇപ്പോഴും വാങ്ങുന്നത് മുതുകാടിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റില്ല എന്നും അല്ലെങ്കിൽ ഇനിയുള്ള സ്റ്റേജുകൾ മുടക്കുമെന്നുള്ള പേടിയിലാണ് ഇവരിൽ പലരും മിണ്ടാതിരിക്കുന്നത്. ഇനി അങ്ങനെ ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് മുന്നോട്ട് വരും തോന്നുന്നു. മജീഷ്യൻസ് ഇത്ര കാലം മാജിക് പ്ലാനറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അമ്മമാരും അവിടുത്തെ ഷിഹാബൊക്കെ പറഞ്ഞാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് മനു അങ്കൊമ്പും നമ്മുടെ മജീഷ്യൻ സാമ്രാജ്യം അങ്ങനെ ഒരുപാട് പേര് വരും. അവർക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതും കൂടെയൊക്കെ കേൾക്കാം.